പത്തനംതിട്ട കോന്നി മാമൂട് പേവിഷബാധയുള്ള നായ കടിച്ച പശു ചത്തു. റെനി ഡാനിയൽ എന്നയാളുടെ ഗർഭിണിയായ പശുവാണ് ചത്തത്. റെനിയുടെ ഭാര്യ മാതാവിനും നായ കടിച്ചിരുന്നു. ആദ്യം ഒരു പ്രതികരണത്തിലേക്ക്. ചന്ദന ഒരു പട്ടിക്കുഞ്ഞ് കയറി വന്ന ഇത് കയറി ഈ ആദ്യം എൻ്റെ വൈഫിനെ കടിച്ചു. അവിടുന്ന് എൻ്റെ അമ്മായിനെ കടിച്ചിട്ട് ഇവിടുന്ന് എടുത്ത് മേളിൽ കിട്ടേക്കാന്ന് പയ്യനെ മുറിക്കിടാന്ന് അതിനെ കടിച്ചങ്ങ് ഇതാക്കിയത്. എല്ലാവരും എന്നോട് പറഞ്ഞ പോയി കുത്തിപ്പിടുക്കാൻ ഇപ്പൊ പങ്കിടുന്നത് വൈകിട്ടായ പിന്നെ ഇവിടെ മൊത്തം പട്ടി. ഇപ്പൊ പയ്യനെ ഉറത്ത് മേലത്തെ സാറ് പറഞ്ഞ പട്ടി അങ്ങ് കടിച്ച തൂങ്ങി നിൽക്കുമായിരുന്നു ചെവിലെല്ലാം. ഇല്ല, അന്നേരം അറിയിപ്പിച്ചില്ലായിരുന്നു. അന്നേരം നമ്മളെ വേച്ച് പേ ഇല്ലെന്ന് വേച്ചോണ്ടിരുന്നത്. എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ ചെയ്യുന്നു. ജയശങ്കർ, ആ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് ആ വ്യക്തിക്ക് ആ പശു എന്തായിരുന്നു, ആ പശുവായ അദ്ദേഹം എത്രത്തോളം അടുത്തിരുന്നുവെന്ന്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്നാണ് ഈ പശുവിനെ നായ കടിച്ചത്? വീട്ടുകാർക്കും അന്ന് തന്നെയാണോ കടിയേറ്റത്? വിവരങ്ങൾ. അതായത് സുഹേല, ഒരാഴ്ച മുമ്പാണ് പശുവിനെയും ഒപ്പം തന്നെ വീട്ടുകാരെയും ഒരു തെരുവ് നായ കടിച്ചത്. ഈ റെനിയുടെ ഭാര്യ മിനിയുടെ അമ്മ മോളി, ഒപ്പം തന്നെ ഈ വീട്ടിലെ പശു, അങ്ങനെ ഉള്ള എന്നിവരെയാണ് ഇങ്ങനെ തെരുവുനായ കടിച്ചത്. ആ ഘട്ടത്തിൽ പശുവിന് തരത്തിൽ പേവിഷബാധ ഉണ്ടായിരുന്നതായി വീട്ടുകാർക്ക് സംശയം തോന്നിയില്ല. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഇവർ മൃഗഡോക്ടറെ കൊണ്ടുവരികയും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പശുവിന് പേവിഷബാധ സ്ഥിരീകരിച്ചത്. പിന്നാലെ ഇന്ന് ഉച്ചയോടുകൂടി പശു ചാവുകയായിരുന്നു. പൂർണ്ണ ഗർഭിണിയായ പശുവാണ് ചത്തത്. കോന്നി മാമൂടാണ് ഇത്തരത്തിൽ പേവിഷബാധയുള്ള നായയുടെ കടിയേറ്റ് പശു നിലവിൽ ചത്തിരിക്കുന്നത്. എന്തായാലും ഈ നായയുടെ കടിയേറ്റ റെനിയുടെ ഭാര്യയ്ക്കും തുന്നന്റെ ഭാര്യ മാതാവ് ഈ നായയെ കണ്ടെത്താനായിട്ടുണ്ടോ? ഇല്ല സുഹേൽ, ഇതുവരെ ഈ നായയെ കണ്ടെത്താനായിട്ടില്ല. ഒരാഴ്ച മുമ്പ് ഈ നായ കടിക്കുകയും നായ പോവുകയാണ് ചെയ്തത്. ഈ പത്തനംതിട്ടയിലും കോന്നിയിലൊക്കെ വ്യാപകമായി തെരുനായ ആക്രമണം ഉള്ളൊരു സ്ഥലമാണ്. ഈ തിരുവോണ തലേന്ന് പോലും പത്തനംതിട്ട നഗരത്തിൽ 10ഓളം പേരെ തെരുവുനായ കടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ നായ ഇതുവരെ കണ്ടെത്താനായില്ല. നാട്ടുകാർക്ക് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. എന്തായാലും ഈ നായയുടെ കടിയേറ്റ റെനിയുടെ ഭാര്യയ്ക്കും മാതാപിതാവിനും മറ്റ് പ്രശ്നങ്ങളില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ഈ വീട്ടുകാരെ സംബന്ധിച്ച് അവർ പോറ്റി വളർത്തിയ ഓമന പശു ചത്തു എന്നത് അവരെ സംബന്ധിച്ച് വലിയ വിഷമം ഉണ്ടാക്കുന്നു. പൂർണ്ണ ഗർഭിണിയായ റെനിയുടെ പശുവാണ് ഇത്തരത്തിൽ പേവിഷബാധയുള്ള നായയുടെ കടിയേറ്റ് ഇന്ന് ഉച്ചയോടുകൂടി ചാവുന്ന സാഹചര്യം ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.